നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുമോ എന്നുള്ളതാണ് കേട്ടോ. അതായത് നിങ്ങളുടെ കാത്തിരിപ്പിന് ഫലമുണ്ടോ, നിങ്ങളെ അവർ മനസ്സിലാക്കി തിരിച്ചു വരുമോ എന്നാണ് നോക്കുന്നത്. ഏകദേശം ഒരു സെപ്പറേറ്റഡ് എനർജിയിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ ചെറിയൊരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസിൽ നിൽക്കുന്നവരുടെ എനർജിയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിക്കുന്നത്, ഏത് ബന്ധത്തിനാണെങ്കിലും നിങ്ങൾക്ക് ഈ റീഡിങ്സിൽ കണക്ട് ചെയ്ത് എടുക്കാൻ കേട്ടോ. അതല്ലാണ്ട് ഇത് റിലേഷൻഷിപ്പിൻ്റെ മാത്രം റീഡിങ്സ് ആയിട്ട് നിങ്ങൾ കാണരുത്. ജനറൽ റീഡിങ്സ് നിങ്ങൾ എനർജി കണക്ട് ചെയ്യുന്ന അനുസരിച്ചാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത്. പേഴ്സണൽ റീഡിങ്സ് ആകുമ്പോൾ നിങ്ങളുടെ പേരും മറ്റു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ പേരൊക്കെ ബേസ് ചെയ്ത് നമുക്ക് എടുക്കും. അതിനകത്ത് വലിയ റിസ്ക് ഇല്ല. അതേസമയം ഇത് നിങ്ങളുടെ എനർജിയെ നിങ്ങൾ കണക്ട് ചെയ്തെടുക്കുക. നിങ്ങളുടെ ബന്ധങ്ങൾ ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും അതിനകത്തൊരു കറക്റ്റ് ആകുന്ന ഒരു എന്താ പറയുക, ഒരു റിസൾട്ട് അറിയാൻ, കറക്റ്റ് ആകുന്ന ഒരു ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ എനർജിയെ കണക്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ എനർജിയാണ്, അല്ലാണ്ട് ഇതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജനറൽ റീഡിങ്സിൽ നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്ന ആ പേഴ്സണെ ഓർത്തുകൊണ്ട് അവരുടെ പേരൊരു 3 പ്രാവശ്യം പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്ട് ചെയ്യുക. റീഡിങ്സ് റെസനേറ്റ് ആവണമെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ എന്തു മാറ്റമാണ് വേണ്ടത്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ ഇനി കടന്നു പോകണം അല്ലെങ്കിൽ ലഭിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നത്, അത് നിങ്ങളിപ്പോൾ കറൻ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ വ്യക്തി എന്നിലേക്ക് വന്നു, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നു, ഏറ്റവും ഹാപ്പി എനർജിയിലാണ്, സന്തോഷകരമാകുന്ന ഒരു കുടുംബജീവിതമായിക്കോട്ടെ, പ്രണയബന്ധമായിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, മദർ എനർജി, ചിൽഡ്രൻസിൻ്റെ എനർജി ആയിക്കോട്ടെ, നിങ്ങളുടെ എന്ത് ബന്ധമാണെങ്കിലും അത് നിങ്ങൾ കറൻ്റ്ലി നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് പ്രപഞ്ചശക്തിയോട് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും കമൻറ്റിൽ അഫർമേഷൻസ് എഴുതുക. അഫർമേഷൻസ് എഴുതാൻ പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും അക്ഷരങ്ങളുടെ മാജിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനാണ്. ആത്മാർത്ഥമായിട്ട് എഴുതുക. എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ഒന്നും ചെയ്യേണ്ട. നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുക കേട്ടോ. വേറൊരാൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ പറ്റില്ല. ഒരു വഴിപാട് പോലും നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് എടുത്ത് നടത്തിയാൽ മാത്രമേ ഫലം ചെയ്യുകയുള്ളൂ. നിങ്ങളൊരാൾക്ക് ദാനം കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ കർമ്മ എൻഡ് ആവുകയുള്ളൂ. മറ്റൊരാളെ കണക്ട് ചെയ്ത് നിങ്ങൾ ഒരിക്കലും ഒന്നിലും നിൽക്കണ്ട. നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ തന്നെ ശ്രമിച്ചേ പറ്റൂ. എനിക്ക് ട്രോമയാണ്, എനിക്ക് എന്ത് ചെയ്താലും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ. റൈറ്റ് ഹീലിംഗ് ചെയ്യാൻ പറയുന്നുണ്ട്. ട്രോമയിൽ നിന്നും ഉറക്കക്കുറവിൽ നിന്നൊക്കെ പുറത്ത് കടക്കാൻ റൈറ്റ് ഹീലിംഗ് ചെയ്ത് കത്തിച്ച് കളയാൻ പറയുന്നുണ്ട്. 11 ടെക്നിക്ക് 11 പ്രാവശ്യം നിങ്ങൾ തീർച്ചയായിട്ടും അഫർമേഷൻസ് എഴുതി അത്യാവശ്യമുള്ള കാര്യങ്ങളെ നിങ്ങൾ സ്വന്തമാക്കാൻ പറയുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറയുന്നുണ്ട്. വജ്രഘോഷം ചൊല്ലാൻ പറയുന്നുണ്ട്. മണി അഫർമേഷൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ചെയ്ത് തന്നെയാണ് ഓരോരുത്തരും വിജയിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതല്ലാണ്ട് വേറൊരാളെ ഇരുത്തി മന്ത്രങ്ങളൊന്നും ജപിച്ച് സംഭവങ്ങളൊന്നും ആരും പണ്ടത്തെ പോലത്തെ തപസ് ചെയ്താലും, നമ്മൾ സ്വയം തപസ് ചെയ്താലാണ് നമുക്ക് നേട്ടം കൈവരിക്കാൻ പറ്റുള്ളൂ. വേറൊരാൾ പോയിരുന്ന് തപസ് ചെയ്താൽ നമുക്ക് നേട്ടമൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് ഗുണം വരണമെങ്കിൽ കേട്ടോ. കാരണം നമ്മളിത് പറച്ചിൽ നിർത്തുമ്പോൾ അതോടുകൂടി എല്ലാം നിന്നു, പിന്നെ ആരും ഒന്നും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. നമ്മൾ എന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്തോ ഇങ്ങനെ തന്നെ ഉന്തി മരം കയറ്റുകയാണ് നമ്മൾ. എപ്പോഴാണ് കൈവിടുന്നത് അപ്പോൾ അവിടെ തീർന്നു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സുഖവും സമാധാനവും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഒരാളിൽ നിന്നും പേഴ്സണലായിട്ട് റീഡിങ്സ് എടുത്ത് കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്തുക. ഈ റിലേഷൻഷിപ്പിലെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഒക്കെ മിസ്റ്റേക്കുകളും എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് ഏറ്റവും നല്ലതാണ് പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുന്നത്. അതിൽ തടസ്സം എന്താണ്, വ്യക്തികളാണോ, അവരുടെ ഉദ്ദേശം എന്താണ്, എങ്ങനെയായിരിക്കും ഒരു ബന്ധം ഫ്യൂച്ചറിലേക്ക് പോകുക, ഈ ബന്ധത്തിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യണോ അതോ ഇത് അവസാനിച്ചു പോയ ബന്ധമാണോ. ചില ബന്ധങ്ങളൊക്കെ കർമ്മ ബേസിൽ വന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് പോകും. ആ ബന്ധത്തിനൊക്കെ വെറുതെ നമ്മൾ വെയിറ്റിംഗ് ചെയ്ത് ഇരുന്നിട്ട് കാര്യമില്ലാത്ത ബന്ധങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കി പിന്നീട് അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനൊക്കെയാണ് പേഴ്സണലായിട്ട് റീഡിങ്സ് എടുത്ത് നോക്കിക്കൊള്ളൂ കേട്ടോ എന്ന് ഞാൻ പറയണത് കേട്ടോ. അതുപോലെ ഇതിനകത്ത് ഇപ്പോൾ അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കിയിട്ട് ഡിസംബർ മാസത്തിൻ്റെ എനർജി സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. ഒക്ടോബർ മാസത്തിൻ്റെ എനർജി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിൻ്റെ എനർജി നിൽക്കുന്നുണ്ട്. ജനുവരി മാസത്തിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. അപ്പം ഇത് അസ്ട്രോളജിക്കൽ സൈൻ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയെയോ
കണക്റ്റ് ചെയ്യുന്ന മാസങ്ങളാണ് കേട്ടോ. ഒരു പക്ഷേ ബർത്ത് മന്ത് ആവാം, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത മാസമാവാം, നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പിനെസ് തോന്നിച്ച ചില മാസങ്ങളാവാം. അതിനകത്ത് ഏറ്റവും കൂടുതൽ അസ്ട്രോളജിക്കൽ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ബർത്താണ് കേട്ടോ. നിങ്ങളും അവർ ജനിച്ച മാസത്തെ ബേസ് ചെയ്തുള്ളതാകും ഇതിനകത്ത് കൂടുതലും കണക്റ്റഡ് ആകുന്നത്. അപ്പോൾ അങ്ങനെയാണ് എനർജി നിൽക്കുന്നത്. പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ പറ്റുന്നത് നിങ്ങളുടെ കാത്തിരിപ്പ്. നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നവർ, അഫർമേഷൻസ് എഴുതുന്നവർ, സെൽഫ് ലവിൽ നിൽക്കുന്നവർക്കെല്ലാം തീർച്ചയായിട്ടും നിങ്ങളുടെ കാത്തിരിപ്പിന് ഫലം 100% കേട്ടോ. കാരണം നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനേക്കാൾ ശക്തമായിട്ട് നിങ്ങളുടെ ഒരു ടെലിപ്പതി എനർജി ആ ഒരു വ്യക്തിയിലേക്ക് ചെന്ന് ചേരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എത്രത്തോളം പവർഫുള്ളായിട്ട് ഓർക്കുന്നുവോ അത്രത്തോളം തന്നെ അവരിലും നിങ്ങളുടെ ഓർമ്മകൾ കണക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു സ്വപ്നം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സാന്നിധ്യം, സപ്പോർട്ട്, സ്നേഹം, അതെല്ലാം നിങ്ങളിലേക്ക് അതിനേക്കാൾ ശക്തമായിട്ട് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയും ഏസ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയുമാണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് വന്ന് ഫസ്റ്റ് തന്നെ നിൽക്കുന്നത്. ശരിക്കും ആ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സോട് കൂടിയ എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ലാത്ത അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു എനർജിയിലേക്ക് ഈ ഒരു ബന്ധത്തിൻ്റെ ഡോർ ഓപ്പണിംഗ് ആവും. എവിടെയാണോ നിങ്ങളുടെ ബന്ധം സ്തംഭിച്ചു പോയത്, അവസാനിച്ചു പോയത്, അവിടെ നിന്ന് ഇരട്ടി ശക്തിയായിട്ട് നിങ്ങളുടെ ബന്ധം കടന്നു വരും നിങ്ങളിലേക്കെന്നുള്ളൊരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്തൊരു മൂവ് ഓൺ ചെയ്തു പോയി, അതായത് ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധത്തിനകത്തൊരു ഫെയിലിയർ സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇമോഷണൽ ഫെയിലിയർ ആണ് സംഭവിച്ചത്. അതായത് ഒരു വിരക്തിയാവാം, മടുപ്പ് തോന്നിയതാവാം, അതല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഇമോഷണൽ പരമാകുന്ന ഒരു ബോണ്ട്, ഒരു ശക്തമാകുന്ന ആ ഒരു എനർജിക്ക് ലോസ് വന്നതാവാം, ഒരു പവർ ലോസിങ് വന്നതാവാം, തെറ്റിദ്ധാരണ ഉണ്ടായതാവാം, മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് ഫോക്കസ് ചെയ്തതാവാം. ഇത് ഏത് എനർജിയിലേക്ക് കണക്റ്റ് ചെയ്താലും ഓവറോൾ എനർജിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് നിങ്ങൾക്കൊരു സെപ്പറേഷൻ്റെ യോഗമുണ്ടായിരുന്ന ബന്ധമാണ്. നിങ്ങളൊന്നും പിരിഞ്ഞു പോകുക എന്ന യോഗമുണ്ടായിരുന്നു. ആ ഒരു പിരിഞ്ഞു പോകാനുള്ള യോഗത്തിന് കാരണമെന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വ്യക്തികളും മനസ്സിലാക്കാനുള്ള ഒരു ടൈം പീരീഡായിട്ട് നമുക്കതിനെ കാണേണ്ടി വരും. നിങ്ങൾ ആ വ്യക്തിയുടെ വാല്യൂ, അവരുടെ പ്രസൻസ് ഇല്ലാതെ വന്നപ്പോൾ, അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വന്നപ്പം, അവരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വാല്യുബിൾ ആകുന്ന എനർജി, ആ വ്യക്തിയെ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ടായിരുന്നു എന്നത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാനും, പ്ലസ് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളെയും അതേപോലെ തന്നെ മനസ്സിലാക്കി കൊടുക്കാനുമുള്ള ഒരു സെപ്പറേഷൻ പീരീഡ് തന്നെയാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ വാല്യൂ മനസ്സിലാക്കാനുള്ള ഒരു സെപ്പറേഷൻ പീരീഡിനെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്തൊരു റോങ് സിറ്റുവേഷൻസ്, ഒരു ചീറ്റിംഗ് എനർജി പ്രസൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരാൾ പൂർണ്ണമായിട്ടും തകർന്നു പോയൊരവസ്ഥയും ഒരാളെ സംബന്ധിച്ച് അവർ ഇമോഷണൽ ബാലൻസിൽ നിൽക്കുന്നൊരവസ്ഥയുമാണ് കറൻറ്റ്ലി ഒരു ബന്ധത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു എനർജിയിലേക്ക് ഓവറോൾ പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പ്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആയിക്കോട്ടെ, അഫർമേഷൻസ് ആയിക്കോട്ടെ, അതിനുള്ളൊരു ഫലമെന്ന് പറയുന്നത് ഒന്നും ചിന്തിക്കാതെ, എത്ര വലിയ തടസ്സങ്ങൾ ഈ ഒരു റിലേഷനിൽ ഉണ്ടായാലും അതിനെ ഒന്നും വക വയ്ക്കാതെ നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ വന്നു ചേരുമെന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത്, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം, നിങ്ങളുടെ ആത്മാർത്ഥതയുടെ ഫലം, നിങ്ങളുടെ യോഗവും കൂടി ഉണ്ടായാൽ മാത്രം മക്കളെ നമുക്ക് എന്തും തിരിച്ച് ലഭിക്കുകയും അല്ലെങ്കിൽ അത് ലഭിച്ചാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ, അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പം അതിനുള്ള യോഗം ഈ ഒരു എനർജിയെ ബേസ് ചെയ്ത് 100% ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കേട്ടോ. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി കണക്റ്റഡ് ആയി നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി നിങ്ങളിൽ നിന്ന് ഇവർ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി പോയവരാണെങ്കിൽ, ഒരു അഭിപ്രായ ഭിന്നതയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംശയ സംബന്ധമാകുന്ന ഒരു കോൺഫ്ലിക്റ്റോ നിങ്ങൾക്കിടയിൽ ഉണ്ടായതാണെങ്കിൽ കുറച്ച് സമയമെടുത്താൽ പോലും ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളിലേക്ക് വരും. അതിനുള്ള ഒരു എനർജി, അതല്ലെങ്കിൽ അതിനുള്ള ഒരു സിറ്റുവേഷൻസ് ഈ ഒരു ബന്ധത്തിൽ കണക്റ്റഡ് ആയിട്ട് വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ച് അറിയാൻ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർക്കൊരു ക്യൂരിയോസിറ്റിയോട് കൂടി ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അവർ ഫ്യൂച്ചർ പ്ലാനിങ്ങിലൊക്കെയാണ്. അവർ ചില പ്രതിസന്ധികളിലൊക്കെ ഫൈറ്റിങ്ങിലൊക്കെ ആണെങ്കിലും നിങ്ങളെ അവർ അറിയാൻ ശ്രമിക്കുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് നൽകേണ്ടി വരുമെന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ട് എന്ന് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ എന്താണോ ചെയ്തത്,
നിങ്ങളുടെ മുൻകാലങ്ങളിലെ പ്രവൃത്തിക്കനുസരിച്ചുള്ളൊരു കർമ്മ നിങ്ങൾക്ക് കാത്തിരിപ്പുണ്ട്. അതൊരു ഗുഡ് കർമ്മയായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു എനർജി ഒരു ബന്ധത്തിലുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഒരു ജസ്റ്റിസിലാണ് എങ്കിൽ, ഒരു ബാഡ് നെഗറ്റീവ് എനർജിയിലാണ് എങ്കിൽ, നിങ്ങൾക്ക് അതിൽ നിന്നും പോസിറ്റീവ് ആകുന്ന ഒരു എനർജി ആ ഒരു സിറ്റുവേഷൻസിനെ മറികടക്കുമ്പം നിങ്ങൾക്ക് നല്ലൊരു എനർജി കണക്റ്റഡ് ആകുമെന്നാണ് കാണുന്നത്. ഇവിടെ ഏറ്റവും മെയിനായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ആണ് വന്ന് നിൽക്കുന്നത് കേട്ടോ. ചിന്താഗതിയിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ ബന്ധത്തിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും അത്രത്തോളം അങ്ങ് ആഴത്തിലൊരു വിശ്വസ്തത ഇല്ലാതെ പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും അത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ എപ്പോഴും ഫൈറ്റിംഗ് എനർജി ആയിരുന്നു കാണും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. അൺകണ്ടീഷണൽ ലവ് ആണ്. നിങ്ങളെ അവർ ആഴത്തിൽ സ്നേഹിക്കുന്നു. സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കപ്പെടാനും അവർ വളരെയധികം ആഗ്രഹിക്കുന്നു. അതൊരു എക്സ്പെക്റ്റേഷനും ഇല്ലാത്ത, അതായത് ഒന്നുമില്ലാതെ നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. എത്ര വലിയ തടസ്സങ്ങൾ ഉണ്ടായാലും ഡിവൈൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി ഇതിനകത്തൊരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആകുമെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടെ കൈക്കുള്ളിൽ പ്രപഞ്ചശക്തി തന്നെ വെച്ച് തരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ കോൺഫ്ലിക്റ്റിൻ്റെ എനർജി കാണാം കേട്ടോ. ശക്തമാകുന്ന ഒരു ബ്ലോക്കേജ് കാണുന്നുണ്ട്. ശക്തമാകുന്ന ഒരു ഫൈറ്റിംഗ് ഈ ഒരു ബന്ധത്തിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലോക്ക് ചെയ്ത് പോയിരിക്കുന്ന, എല്ലാ രീതിയിലും ബ്ലോക്ക് ചെയ്ത് പോയിരിക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ചിലരുടെ എനർജികളിൽ. അതുപോലെ തന്നെ ഒരു മത്സര ബുദ്ധിയോടുകൂടി, അതായത് നീ വിളിക്കട്ടെ ഞാൻ വിളിക്കട്ടെ എന്നുള്ളൊരു മത്സര ബുദ്ധിയോടുകൂടി ഈ ഒരു ബന്ധത്തിൽ എനർജി കണക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടുള്ള എനർജിയും കാണുന്നുണ്ട് കേട്ടോ. അവരിലൊരു പ്രൊട്ടക്ഷൻ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് വലിയ തട്ടുകേട് വരാത്ത വിധവും അവർ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു എനർജിയും കാണുന്നുണ്ട്. ദ സ്റ്റാർ എനർജിയാണ്. നിങ്ങൾ എന്താണോ കാത്തിരിക്കുന്നത്, നിങ്ങൾ എന്താണോ നിങ്ങളുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ചുമക്കുന്ന ബർഡൻ, ആ ഒരു ബർഡനെ നിങ്ങൾക്ക് ഇറക്കി വയ്ക്കാനുള്ള സമയമാകുന്നു. ഒരു ഇമോഷണൽ ബാലൻസിലേക്ക്, അതായത് ഇത്രയും നാളും നിങ്ങൾ കണ്ണുനീരിലാണ്, തീരാ ദുഃഖത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ അങ്ങ് മാറ്റി വെച്ച് ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചൊരു ഇൻറ്റ്യൂഷൻ, ഒരു മുൻകൂട്ടി കാര്യങ്ങളെ മനസ്സിലാക്കാൻ, കാര്യങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഇമോഷണൽ ബാലൻസ്, അബണ്ടൻസ് ഒക്കെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. മാത്രവുമല്ല ഇതിനെല്ലാം ഒരു മൂല കാരണം നിങ്ങളുടെ ഈ ഒരു കാത്തിരിപ്പിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പോസിറ്റീവായ ഒരു പ്രസൻസിൻ്റെ എനർജിയാണ് കേട്ടോ. അതുകൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് ഫാമിലിപരമാകുന്ന ചില ബന്ധങ്ങളിൽ, ഇതിനകത്തുള്ള ചില ബന്ധങ്ങളിൽ ഫാമിലി ഇൻവോൾവ് ആയതാണ് നിങ്ങൾക്കൊരു നിരാശയും തീരാ ദുഃഖവും വിരക്തിയും ഒക്കെ നേരിടേണ്ടി വന്നതും ചീറ്റിംഗ് അനുഭവിക്കേണ്ടി വന്നതായിട്ടുമുള്ള ഒരു സിറ്റുവേഷൻസ് കാണുന്നത്. അവിടെയും ഒരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പം നൈനോസോഴ്സിൻ്റെ എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യുമ്പം അതൊരു കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലി ഇൻവോൾവ് ആയി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കിയ സിറ്റുവേഷൻസ് ആവാം, അതല്ലെങ്കിൽ അവരുടെ ഫാമിലി ഇതിനകത്ത് ഇൻവോൾവ് ആയി ഇഷ്യൂ ഉണ്ടാക്കിയ സിറ്റുവേഷൻസ് ആവാം. ഫാമിലി പരമാകുന്ന ബന്ധങ്ങൾ ഇഷ്യൂ ഉണ്ടാക്കിയവരെ സംബന്ധിച്ച് കുറച്ച് ഒരു സ്ട്രഗിൾ എനർജി, കുറച്ചും കൂടി ഒന്ന് വെയിറ്റിംഗ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ അതും പൂർവാധികം ശക്തിയോടുകൂടി നിങ്ങളിൽ കണക്റ്റഡ് ആകുമ്പം തീർച്ചയായിട്ടും അതൊരു പവർഫുള്ളായൊരു ബന്ധമായിട്ടായിരിക്കും വന്നു ചേരാൻ സാധ്യത കേട്ടോ. അതായത് നിങ്ങളും ശരിക്കും ഒരു സ്ട്രോങ് ആയ നല്ലൊരു പവർഫുള്ളായൊരു എനർജിയിലേക്ക് മാറും. അവരും കുറേ തിരിച്ചറിവുകളോടുകൂടി ഒരു നല്ല തീരുമാനം എടുക്കുന്ന എനർജിയിലേക്ക് മാറുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ റീയൂണിയൻ പ്രസൻസ് ഉണ്ട് കേട്ടോ നിങ്ങളിലേക്ക്. പെട്ടെന്ന് തന്നെ ഒരു റീയൂണിയൻ, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി എല്ലാ കാര്യങ്ങളും ക്ലാരിറ്റി വരുത്തി, എവിടെയൊക്കെയായിരുന്നു മിസ്റ്റേക്ക് സംഭവിച്ചത്, എന്താണ് ബന്ധത്തിനകത്ത് ഈ ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷന് കാരണമായത്, ഇതെല്ലാം നല്ല പോലെ ക്ലാരിറ്റി വരുത്തി നിങ്ങൾക്ക് നല്ല വ്യക്തി
വ്യക്തമാകുന്ന ഒരു ധാരണ നൽകി, പൂർണ്ണത നൽകിയായിരിക്കും റീയൂണിയൻ പ്രസൻസ് വരുന്നത്. ചിലരുടെ എനർജിയിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രഗിൾ വരാനുള്ള കാരണം കാർമിക് സിറ്റുവേഷൻസ് കൂടി വന്നതുകൊണ്ടാണ് കേട്ടോ. അതായത് ഇതിൻ്റെ ഇടയിൽ നിങ്ങളോടൊപ്പം നിന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ശത്രുതാ ഭാവത്തിൽ അല്ലെങ്കിൽ ഒരു ശത്രുദോഷം എനർജി കണക്റ്റഡ് ആയതുകൊണ്ടുകൂടിയാണ് കേട്ടോ. മറ്റ് ഔട്ട്സൈഡിൽ നിന്ന് പുറത്ത് നിന്ന് ആരുടെയൊക്കെ ഒരു എനർജി നിങ്ങളുടെ ബന്ധത്തിന് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതൊരു കാർമിക് ഫലമായിട്ട് വന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. എന്താണേലും ഹെർമിറ്റ് എനർജിയാണ് കേട്ടോ. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്, നിങ്ങൾ എന്തിലാണ് കൂടുതലും ചിന്ത കണക്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ തോട്ട്സ് എന്താണോ അതാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. നിങ്ങളൊരു സെൽഫ് റെസ്പെക്റ്റിലേക്കൊക്കെ, സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വന്നവർ, നിങ്ങളെ തന്നെ ഒന്ന് കെയറിങ് ചെയ്ത വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു പ്രതിജ്ഞാബദ്ധതയുള്ള പൂർണ്ണതയുള്ളൊരു ബന്ധം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. തീർച്ചയായിട്ടും കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്യാൻ ഫ്യൂച്ചറിൽ സാധിക്കും. കാരണം നിങ്ങൾ ഇരയാക്കപ്പെട്ടു എന്നുള്ള ഒരു തോട്ട്സൊക്കെ ഒന്ന് ഹീലാക്കി കളയുക. നിങ്ങൾ പവർഫുള്ളാണ്. നിങ്ങളുടെ മൈൻഡിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് എനർജിയെ നിങ്ങളൊന്ന് വിശ്വസിക്കുക എന്നതാണ് ഇവിടെ കാണിച്ചു തരുന്നത് കേട്ടോ. അതുപോലെ നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, സ്വയം നമ്മൾ തന്നെ ഒരു വിലയില്ലാത്ത ഒരവസ്ഥയിലേക്ക് ആക്കുന്നത്, അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. നിങ്ങൾ തന്നെ ചിന്തിച്ച് കുറേ പ്രശ്നങ്ങളെ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്ത് കളയുക. നമുക്ക് നമ്മളോട് സ്നേഹമുണ്ടായാലാണ് നമുക്ക് ചുറ്റുമുള്ളവർക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഞാൻ കൊള്ളില്ല, ഞാൻ ഓക്കെ അല്ല എന്ന് നമ്മൾ സ്വയം എപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ആത്മാവിലേക്ക് അത് കണക്റ്റഡ് ആവുകയാണ്. ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ, സെൽഫ് റെസ്പെക്റ്റ് ഇല്ലായ്മയിൽ നിന്ന് ഒന്ന് പുറത്ത് കടന്നിട്ട് സ്ട്രോങ് ആവുക കേട്ടോ. അതുപോലെ തന്നെ ഇമോഷണൽ പെയിനൊക്കെ ഉണ്ട്, കുറച്ച് മാനസിക വിഷമവും കൺഫ്യൂഷനൊക്കെ ഉണ്ട്. അതെല്ലാം കുറച്ച് അങ്ങനെയുള്ള വെല്ലുവിളികളെ ഒന്ന് മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങളിലേക്ക് ആ ഒരു എനർജി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. പൂർവാധികം ശക്തിയോടുകൂടി തന്നെയാണ് നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ വരുന്നത്. കാരണം അവർ വളരെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അവരുടെ ഉള്ളിലുള്ളൊരു ചിന്ത, നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ നിന്നും പുറത്തു പോയോ, മൂവ് ഓൺ ചെയ്തോ, മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോയോ എന്നുള്ള ഒരു പ്രശ്നം അവരെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. അവർക്ക് ഉറങ്ങാൻ പറ്റാതെ അവരിങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ അവർ വാച്ചിങ് ചെയ്യുന്ന ചില സിറ്റുവേഷൻസുകളും അവരുടെ ഇടയിൽ നിൽപ്പുണ്ട്. എങ്കിൽ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്, നിങ്ങൾ അവരെ വിട്ടുപോകുമോ എന്നുള്ള അല്ലെങ്കിൽ വിട്ടുപോയോ എന്നുള്ള ഒരു ടെൻഷൻ അവരെ വല്ലാതെ സ്ട്രെസ് എനർജിയിലേക്ക് വിടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ് വന്നിരിക്കുന്നത്. ഇത് അവസാനിച്ചു എന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് പവർ നൽകിയെങ്കിൽ ഇത് വീണ്ടും ആരംഭിക്കുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവും നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. ശരിക്കും ഒരു പ്രൊട്ടക്റ്റഡ് എനർജിയോടുകൂടി, മെച്യൂരിറ്റിയോടുകൂടി തന്നെയാണ് ഈ ഒരു എനർജി നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. ഇതിനകത്ത് ഫാമിലി ലൈഫിലൊക്കെ വീണ്ടും ചിൽഡ്രൻസ് പ്രസൻസോടുകൂടി ഒരു ഹാപ്പി ഫാമിലിക്കുള്ള യോഗം നിങ്ങൾക്കുണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല കേട്ടോ. ഇത് ആരായാലും നിങ്ങളതില്ല എന്ന് സ്വയം പറഞ്ഞ് നിങ്ങളുടെ എനർജി നെഗറ്റീവ് ആക്കരുത്. നിങ്ങളിലേക്ക് ഹാപ്പി ഫാമിലി എനർജി വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് തുല്യമായൊരു പ്രസൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അവർ നിങ്ങളെ മനസ്സിലാക്കി എടുക്കാൻ പോകുന്ന തീരുമാനം, ഫസ്റ്റ് തന്നെ നിങ്ങൾക്കിടയിലുള്ള കോൺഫ്ലിക്റ്റുകളെ അവർ അവസാനിപ്പിക്കാൻ തീരുമാനിക്കും കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴുള്ള ഈ ഒരു പ്രശ്നങ്ങൾ, തർക്കങ്ങൾ, മത്സര ബുദ്ധിയോടുകൂടിയുള്ള സംസാര ശൈലികളെല്ലാം അവസാനിപ്പിക്കുന്ന, അതിലവരൊരു മൗനം പാലിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ച് അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ ഒരു കൺഫ്യൂഷൻ തോന്നിയ സമയമുണ്ട്. അതായത് ഒരു ഭയം അവരുടെ ഉള്ളിൽ, ഒരു ഇല്യൂഷൻ, ഒരു മായാവലയം കെട്ടിയതുപോലെ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു പേഴ്സണ്. അതായത് ഒരു പേടി ഉണ്ടായിരുന്നു അവരുടെ ഉള്ളിൽ. ആ പേടി അവർ മറികടന്ന് സ്ട്രോങ് ആവുന്ന ഒരു എനർജിയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് അവരുടേതാകുന്ന ഒരു പവർഫുൾ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ടെമ്പറൻസ് എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷൻസിലൂടെ അവർ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് അവരെന്ത് പ്രശ്നങ്ങളെയും ഇംബാലൻസിലേക്ക് എത്തിക്കും. ഒരു ഇംബാലൻസിൽ നിന്നും ബാലൻസ് എനർജിയിലേക്ക് അവർ കണക്റ്റഡ് ആകും. അവർ വളരെയധികം അതായത് ഒരു നിരാശയിലാണ്, അവർ ഒരു ഉൾവലിഞ്ഞാണ് നിൽക്കുന്നത്. അവിടെ നിന്നും തീർച്ചയായിട്ടും
നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരൊരു സ്ട്രോങ് ആയ തീരുമാനമെടുക്കും. എന്തൊക്കെയായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്, അതെല്ലാം അവർ ആലോചിച്ച് വ്യക്തമായിട്ടും ബാലൻസ് ചെയ്യുകയും ഇനി അവർ നിങ്ങളിലേക്ക് വരിക എന്നത് ഒരു ഇമോഷണൽ ബാലൻസോട് കൂടിയും മെച്യൂരിറ്റിയോട് കൂടിയും മാത്രം കണക്ട് ചെയ്തായിരിക്കും. അല്ലാണ്ട് ഇനി അതിനകത്തൊരു കുട്ടിക്കളിയോ പൊട്ടത്തരങ്ങളോ ഒന്നും നിങ്ങളുമായിട്ടുള്ളൊരു റിലേഷനിൽ അവർക്ക് ഉണ്ടാവുകയില്ല. വളരെ മെച്യൂരിറ്റി ഉള്ള, വളരെയധികം റെസ്പെക്റ്റോട് കൂടി നിൽക്കുന്ന, പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്ന, എന്നാൽ അതിർവരമ്പുകൾ ഇട്ട് നിൽക്കുന്ന ഒരു റിലേഷൻ്റെ എനർജിയിലേക്കായിരിക്കും നിങ്ങളിലേക്ക് അവർ വരാൻ പോകുന്നത്. അതായത് അവരും കുറേയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. എപ്പോഴും നിസ്സാര കാര്യങ്ങൾക്കൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു എന്നതല്ല, കോൺഫ്ലിക്റ്റ് ആയിരുന്നു, തമ്മിൽ മുഖത്തോട് മുഖം കണ്ട കോൺഫ്ലിക്റ്റ് ആയിരുന്നു എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട് ചിലരുടേതൊക്കെ. അപ്പോൾ അത് തീർച്ചയായിട്ടും അവസാനിക്കും. അത് ആ ഒരു ലോങ് ഡിസ്റ്റൻസ് ഇപ്പം അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പം ശരിക്കും തിരിച്ചറിഞ്ഞു എന്താണ് വാല്യുബിൾ ആകേണ്ടത്, എവിടെയാണ് വാല്യൂ കൊടുക്കേണ്ടതെന്നുള്ളൊരു തിരിച്ചറിവ് വന്നു. അതുപോലെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നത്തിനോടൊപ്പം തന്നെ ഒരു കാര്യത്തിനും കറക്റ്റായ ഒരു ഡിസിഷൻ എടുക്കാത്ത ഒരു ക്യാരക്ടർ എനർജിയും കൂടി ഇവർക്കുണ്ടായിരുന്നു. അതായത് ഇവരെപ്പോഴും ഒരു വല്ലാത്ത ഒരു ഒരു മോഹവലയത്തിൽ അങ്ങനെ അങ്ങ് ഒരു വേറെ ഏതോ ഒരു ലോകത്ത് ജീവിക്കുന്നത് പോലെ അവർ ഇമോഷണലി ഒക്കെ കൂടുതലൊരു കണക്ഷൻസൊക്കെ മറ്റുള്ളിടത്തേക്കൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്ത് നടന്ന വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പം അവരെ സംബന്ധിച്ച് അവർക്കൊരു നല്ലൊരു മെച്യൂരിറ്റി വന്നു, ഒരു പക്വതയോട് കൂടി കാര്യങ്ങളെ കാണണമെന്ന് മനസ്സിലായി, ഫ്യൂച്ചറിനെ കുറിച്ചൊന്ന് ചിന്തിക്കണമെന്ന് മനസ്സിലായി. അങ്ങനെ കുറച്ച് നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ ഒരു വ്യക്തിയിലേക്ക് കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ബർഡനും കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ ഒന്ന് ഇറക്കി വയ്ക്കുന്ന സിറ്റുവേഷൻസിലേക്ക് ഇവർ വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി ഇവരിൽ നമുക്ക് പോസിറ്റീവ് ആകുന്ന ചില എക്സ്പീരിയൻസുകളാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് കേട്ടോ. എന്താണെങ്കിലും റീയൂണിയൻ എനർജിയുടെ പ്രസൻസ് ഉണ്ട്, തേർഡ് പാർട്ടി പ്രസൻസ് കയറി വന്നിട്ടില്ല. അപ്പോൾ തേർഡ് സിറ്റുവേഷൻസ് ആകെ ഫാമിലി മാത്രമേ നമുക്കിത് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം നല്ലൊരു എനർജിയിലൂടെ ആയിരിക്കും ഈ ഒരു എനർജി കണക്റ്റഡ് ആയവരുടെ ബന്ധം മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത് കേട്ടോ.